കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്പലത്തിൽ വെച്ച് സുനന്ദയെ കാണുന്ന നിധി സുനന്ദയുടെയും സുഭാഷേട്ടന്റെയും വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ജീവിതം നിന്റെയാണ്, നീയാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് നിധി സുനന്ദയോടായി പറയുമ്പോൾ, എനിക്ക് സുഭാഷേട്ടന്റെ കൂടി ജീവിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ അതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല നിധി എന്ന് സുനന്ദ പറയുന്നുണ്ട്. സുഭാഷേട്ടന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് നിനക്കല്ലേ, അപ്പോൾ അതിനുവേണ്ടി നീയല്ലേ ശ്രമിക്കേണ്ടത് എന്ന് നിധി പറയുമ്പോൾ, ഞാൻ എങ്ങനെ ശ്രമിക്കും നിധി, അച്ഛനും അമ്മയും എങ്ങനെയുള്ളവരാണെന്ന് നിനക്കറിയില്ലേ എന്ന് സുനന്ദ പറയുമ്പോൾ, ഞാൻ ഇനി പറയുന്ന കാര്യം നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്യുന്നത് പോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ടതാണ് നമുക്കിഷ്ടമില്ലാത്ത കാര്യം ചെയ്യാതിരിക്കുന്നതും. നിന്റെ വിവാഹം നടത്തിവെച്ച് അവരെല്ലാവരും ഓരോ വഴിക്ക് പോകും. അച്ഛൻ ജോലിക്ക് തിരിച്ചു പോവും, അമ്മ വീട്ടുകാര്യങ്ങളിലേക്ക് തിരിയും. ഈ ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കേണ്ടത് നീയല്ലേ. ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെ നീ ദിവസവും ജീവിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ജീവിതം നിനക്ക് എന്തായാലും നരകമായിരിക്കും സുനന്ദ. അങ്ങനെ ഒരു ജീവിതം നിനക്ക് വേണോ? മറിച്ച് നിനക്ക് മനസ്സ് മാറ്റി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെങ്കിൽ നീ ഈ ചിന്തയൊക്കെ മാറ്റിവെച്ച് പുതിയ ജീവിതത്തിലേക്ക് തിരിയെ. അല്ലാതെ ഈ മനസ്സും വെച്ച് നീ പുതിയൊരു ജീവിതം തുടങ്ങുകയാണെങ്കിൽ അതെന്തായാലും നിനക്ക് തന്നെ ദോഷമായിരിക്കും എന്ന് നിധി പറയുമ്പോൾ, സുഭാഷേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ട. ചെറുപ്പം മുതലേ സുഭാഷേട്ടനെ എനിക്ക് ഇഷ്ട. സുഭാഷേട്ടൻ മാത്രമേ എന്നെ പരിഗണിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരാളെ മറന്നിട്ട് ഇപ്പോൾ വേറൊരാളെ വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ചെയ്യും നിധി എന്ന് നിധിയോടായി ചോദിച്ചുകൊണ്ട്, നിനക്ക് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് സുനന്ദ ചോദിക്കുന്നുണ്ട്. നിധി ഒരു നിമിഷം എന്തോ ആലോചിച്ചുകൊണ്ട്, ശരി, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നീ അതിൽ ഉറച്ചു നിൽക്കുമോ എന്ന് നിധി ചോദിക്കുമ്പോൾ, എന്താ അങ്ങനെ ചോദിക്കുന്നേ, എന്റെ അവസ്ഥ നീ കാണുന്നില്ലേ എന്ന് സുനന്ദ ചോദിക്കുമ്പോൾ, നിന്റെ അവസ്ഥ അറിയുന്നത് കൊണ്ടാ ഞാൻ പിന്നെയും ചോദിക്കുന്നേ എന്ന് നിധിയും പറയുന്നുണ്ട്. എനിക്ക് സുഭാഷേട്ടനെ തന്നെ വേണം എന്ന് സുനന്ദ ഉറപ്പിച്ചു പറയുമ്പോൾ, എങ്കിൽ വിവാഹം കഴിച്ചൂടെ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സുനന്ദ പെട്ടെന്ന് ഞെട്ടലോടെ അവളെ നോക്കുമ്പോൾ, എന്തിനാ ഇങ്ങനെ ഷോക്കാവുന്നേ, സുഭാഷേട്ടനെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ വിവാഹം ചെയ്യുന്നതിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ ഷോക്കാവേണ്ട കാര്യമുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ, അതൊക്കെ നടക്കുമോ, ഞാൻ വീട് വിട്ടെറിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ എന്ന് സുനന്ദയും ചോദിക്കുന്നുണ്ട്. പ്രശ്നം ഉണ്ടാവും, വലിയ അടിയും വഴക്കും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ കല്യാണവും നടക്കും എന്ന് നിധി പറയുമ്പോൾ, സുനന്ദ എന്തോ ആലോചിച്ചുകൊണ്ട്, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് സുനന്ദ ചോദിക്കുന്നുണ്ട്. നിധി വാച്ച് നോക്കിക്കൊണ്ട്, ഇപ്പോൾ 8 മണി കഴിഞ്ഞു, ഇനിയും ഇവിടെ ഇരുന്നാൽ വീട്ടിലുള്ളവർക്ക് സംശയം തോന്നും എന്ന് പറയുമ്പോൾ, അത് ശരിയാ, അമ്മ അരമണിക്കൂറിനുള്ളിൽ എത്താനാ എന്നോട് പറഞ്ഞേ എന്ന് സുനന്ദയും പറയുന്നുണ്ട്. എങ്കിൽ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയിക്കോ. പിന്നെ ഇന്ന് പകൽ മുഴുവൻ ഒരു സംശയമില്ലാത്ത പോലെ പെരുമാറണം എന്ന് വെച്ച് ഒരുപാട് സന്തോഷം കാണിച്ച് എല്ലാം കൊളാക്കുകയും ചെയ്യരുത്. നാളെ രാവിലെ കൃത്യം 10 മണിയാകുമ്പോൾ ഇവിടെ എത്താൻ പറ്റുമോ എന്ന് നിധി ചോദിക്കുമ്പോൾ, വരാം എന്ന് സുനന്ദയും പറയുന്നുണ്ട്. എങ്കിൽ നാളെ രാവിലെ ഈ അമ്പലത്തിൽ വെച്ച് നിങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തി തരും എന്ന് നിധി പറയുമ്പോൾ, നടക്കുവോ എന്ന് സുനന്ദ ഒരു സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. നടക്കണമെന്നാണോ നടക്കേണ്ട എന്നാണോ നിനക്ക് എന്ന് നിധി ചോദിക്കുമ്പോൾ, ഈ ഭഗവതിയാണ് സത്യം, എനിക്ക് നടക്കണമെന്ന ആഗ്രഹം എന്ന് സുനന്ദയും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വിവാഹം നടക്കും, ഇത് എൻ്റെ ഉറപ്പാ. നീ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഇവിടെ എത്തില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ, ഉറപ്പായും എത്തും നിധി എന്ന് സുനന്ദയും പറയുന്നുണ്ട്. അത്രയും പറഞ്ഞ് സുനന്ദ പോവാൻ ഒരുങ്ങുമ്പോഴേക്കും നിധി അവളെ പുറകിന്ന് വിളിച്ച്, സുനന്ദേ, ഈ പറഞ്ഞ വാക്കിൽ ഇനി മാറ്റമുണ്ടാവില്ലല്ലോ എന്ന് സുനന്ദയെ വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ, ഇല്ല നിധി, ഇത് എനിക്ക് വേണ്ടി എടുത്ത തീരുമാനമാ, ഇതിലൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് നിധിക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് സുനന്ദ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് സുനന്ദയുടെ വീട്ടിൽ സുനന്ദയുടെ പെണ്ണുകാണൽ ചടങ്ങ് നടക്കാണ്. ചെറുക്കന്റെ അച്ഛൻ സുനന്ദയുടെ അച്ഛനോടായി പറയുന്നുണ്ട്, അന്ന് ഇവനും കൂട്ടുകാരല്ലേ വന്നത്, അച്ഛനും അമ്മയും കാരണവന്മാരും ഒക്കെ വന്ന് പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി അങ്ങനെ വന്നതാ എന്ന് ചെറുക്കൻ്റെ അച്ഛൻ പറയുമ്പോഴേക്കും, അത് ശരിയാ, 2 കുടുംബക്കാരും വിവാഹത്തിന് മുന്നേ നല്ല പരിചയത്തിലാവുന്നത് ഏതായാലും നല്ല കാര്യ എന്ന് ധനപാലനും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ധനപാലൻ തൻ്റെ അമ്മയെയും ഭാര്യയെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കുടുംബം ഞങ്ങളുടേത് എന്നയാൾ പറയുമ്പോൾ, ഞങ്ങളുടേതും അങ്ങനെ തന്നെ, പിന്നെ തലക്കുറി കൈമാറാൻ വരുമ്പോൾ കാരണന്മാരൊക്കെ കൂട്ടിയിട്ട് വരാന്നാ കരുതിയേ എന്ന് ചെറുക്കൻ്റെ അച്ഛനും പറയുന്നുണ്ട്. പയ്യൻ ഈ ജാതകത്തിലൊന്നും വിശ്വാസമില്ലെന്നാണല്ലോ പറഞ്ഞത് എന്ന് ധനപാലൻ പറയുമ്പോൾ, അവൻ അങ്ങനെയൊക്കെ പറയും, മനുഷ്യർ മാത്രം ഭരിക്കുന്ന ലോകമല്ലല്ലോ ഇത്, മുകളിലുള്ള നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം, പക്ഷേ അവ നമ്മളെ അങ്ങനെ വിടില്ലല്ലോ. നാട്ടിലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് ഞങ്ങളൊന്ന് നോക്കിച്ചിരുന്നു, നിങ്ങളും കാര്യമായിട്ടൊന്ന് നോക്കിക്കോ എന്ന് ചെറുക്കൻ്റെ അച്ഛൻ പറയുമ്പോൾ, ജാതകത്തിൻ്റെ പൊരുത്തത്തിനേക്കാൾ മനപ്പൊരുത്തമല്ലേ വേണ്ടത് എന്ന് ഗംഗാധര മാമനും പറയുന്നുണ്ട്. അപ്പോഴേക്കും ലളിതയും, ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. അകത്ത് പോകുമ്പോഴേക്കും അവിടെ സാരി ഉടുത്ത് റെഡിയായി നിൽക്കുന്ന സുനന്ദയെ കണ്ട് സന്തോഷത്തോടെ, അല്ലെങ്കിലും ഈ പെൺകുട്ടികൾ ഇങ്ങനെയാ, ആദ്യമൊക്കെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും, പക്ഷേ പിന്നീട് അതൊക്കെ ശരിയായിക്കോളും. ഇരുമ്പിനോടൊട്ടി കിടക്കുമ്പോൾ കാന്തത്തിന് തോന്നും അത് മാത്രമാണ് അതിൻ്റെ ലോകമെന്ന്, എങ്കിൽ അത് പറിച്ച് കുറച്ചുകൂടി നല്ലൊരു ഇരുമ്പിനൊട്ടിച്ച് നോക്കിയേ അത് അവിടെ കിടന്നോളും. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുടെയും സ്വഭാവം എന്ന് ലളിത പറയുമ്പോൾ,
എന്ന അമ്മയെ അച്ഛൻ്റെ അടുത്തുനിന്ന് പറിച്ച് വേറൊരു ഇരുമ്പിൽ കൊണ്ട് ഒട്ടിക്കട്ടെ, അവിടെ ഒട്ടിയിരുന്നോളോ എന്ന് സുനന്ദയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എടി ചെറ്റവർത്താനം പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ എന്ന് ലളിത ദേഷ്യത്തോടെ പറയുമ്പോൾ, എങ്കിൽ പിന്നെ വലിയ ഫിലോസഫിയൊന്നും വേണ്ട. നിങ്ങളിതൊക്കെ തീരുമാനിച്ചു. ഞാൻ നിങ്ങളുടെ ചരട് വലിക്കു താടാനുള്ള വെറും പാവയാണെന്ന് എനിക്കറിയാം. ഇനി ഏതായാലും ഞാൻ അതിനൊത്തു തന്നെ ആടിക്കോളാം എന്ന് സുനന്ദ പറയുമ്പോൾ, മതി, ആ ആട്ടമാ നല്ലതെന്ന് നിനക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാവും എന്ന് ലളിത പറഞ്ഞുകൊണ്ട്, വാ ഇപ്പോൾ വന്ന് അവർക്ക് ചായ എടുത്തു കൊടുക്ക് എന്നും പറഞ്ഞ് സുനന്ദയും വലിച്ചു പോകുന്നുണ്ട്. അവിടെ ചെറുക്കൻ്റെ അമ്മാവനും അച്ഛനും ധനപാലനുമൊക്കെ സ്വർണത്തിനെക്കുറിച്ചും സ്ത്രീധനത്തിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വർണവും കല്യാണ ചെലവും എല്ലാം കൂടി ഒരു കോടിയെങ്കിലും വേണം ഒരു കല്യാണം നടത്താൻ എന്നയാൾ പറയുമ്പോൾ, 1 കോടിയൊന്നും കൊടുത്ത് കല്യാണം നടത്താനുള്ള പാങ്ങൊന്നും എനിക്കില്ല. പല കാലങ്ങളായി സ്വരൂപിച്ച കുറച്ച് സ്വർണമുണ്ട്, ഒരു 10-60 പവൻ കാണും. അതവൾക്കുള്ളതാ, പിന്നെ ഈ വീടും അവൾക്കുള്ളതാ എന്ന് ധനപാലൻ പറയുമ്പോഴേക്കും സുനന്ദ ചായയുമായി അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ചായയും കൊടുത്ത് സുനന്ദ ലളിതയുടെ അടുത്തേക്ക് മാറി നിൽക്കുകയാണ്. സുനന്ദയോട് ലളിത എല്ലാവരോടും നമസ്കാരം പറയാൻ പറയുമ്പോഴേക്കും സുനന്ദയും എല്ലാവരോടും കൈകുപ്പി നമസ്കാരം പറയുന്നുണ്ട്. നിനക്ക് കുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കണോടാ എന്ന് ചെറുക്കൻ്റെ അച്ഛൻ അവനോട് ചോദിക്കുമ്പോൾ, ഏയ് വേണ്ട, നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടാൽ മതി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സംസാരിച്ചത് കൊണ്ട് എനിക്ക് സുനന്ദയെയും സുനന്ദയ്ക്ക് എന്നെയും മനസ്സിലാവില്ലല്ലോ. അതിനെന്തായാലും കുറച്ച് സമയമെടുക്കും എന്ന് ചെറുക്കനും പറയുന്നുണ്ട്. ഇവൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട് എന്ന് ധനപാലൻ പറയുമ്പോൾ, അതിനെന്താ, മോള് പഠിച്ചോട്ടെ, ഇല്ലെങ്കിലും പെൺകുട്ടികളിപ്പോൾ പഠിക്കുന്നതാണ് നല്ലത്. ഇവൻ്റെ കൂടെ ഗൾഫിൽ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ജോലിയൊക്കെ നോക്കാമല്ലോ എന്ന് ചെറുക്കൻ്റെ അച്ഛനും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സുനന്ദയുടെ അച്ഛനും പയ്യൻ്റെ അച്ഛനും തലക്കുറി കൈമാറുന്നുണ്ട്. നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി 2 തലക്കുറിയും ഒന്നും കൂടി നോക്കിക്കോ എന്നയാൾ പറയുമ്പോൾ ധനപാലനും അത് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് അവർ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ചെറുക്കൻ്റെ അമ്മ സുനന്ദയുടെ അടുത്ത് വന്ന്, സുന്ദരിയായിരിക്കുന്നു മോളെ, നിങ്ങൾ 2 പേരും നല്ല ചേർച്ചയാ എന്നവളോട് പറയുമ്പോഴേക്കും ചെറുക്കനും വന്ന്, ഫോൺ വിളിച്ചാൽ ഇത്തിരി കൂടിയൊക്കെ സംസാരിക്കാട്ടോ എന്ന് സുനന്ദയോട് പറയുന്നുണ്ട്. അത് തറവാട്ടി പിറന്ന കുട്ടികളുടെ ലക്ഷണമാണ് എന്നും പറഞ്ഞ് പയ്യൻ്റെ അമ്മ അവനെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നീട് വീട്ടിൽ സുനന്ദയുടെയും സുഭാഷിൻ്റെയും വിവാഹകാര്യം നിധി സുധീഷിനോടും നികേഷിനോടും ഹരീഷിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ വേണോ, ഇതൊക്കെ വലിയ ഇഷ്യൂ ആവില്ലേ എന്ന് നികേഷ് പറയുമ്പോഴേക്കും, ആ പെണ്ണിന് ഇതൊക്കെ കളിയാന്നേ, എല്ലാവരെയും ഇളക്കി വിട്ട് എല്ലാം റെഡിയായി കഴിയുമ്പോൾ അവളങ്ങ് മുങ്ങും എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും, എന്നെ ഒന്ന് വിശ്വസിക്ക്, സുനന്ദ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് തയ്യാറല്ലെന്നും സുഭാഷ് ഏട്ടനെ മാത്രമേ വിവാഹം കഴിക്കൂന്നും എൻ്റെ അടുത്ത് വന്ന് എന്നോട് ഹെൽപ്പ് ചോദിച്ചു. അവൾ ചോദിച്ചത് ആത്മാർത്ഥമായിട്ടാ, അതെനിക്ക് ഉറപ്പുണ്ട്. അവൾ ഉറപ്പായിട്ടും ഇറങ്ങി വരും എന്ന് നിധി പറയുമ്പോൾ, അവൾ വരാൻ പോകുന്നില്ല ഏട്ടത്തി എന്ന് ഹരീഷും പറയുന്നുണ്ട്. ശരി, സുനന്ദയെ വിശ്വസിക്കണ്ട, എന്നെ വിശ്വസിക്കാലോ. ഇത്ര നാളുകൾക്ക് ശേഷം അവൾ ഉറച്ചൊരു തീരുമാനമെടുത്ത് കണ്ടത് ഇപ്പോഴാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവൾ എന്തായാലും ഇറങ്ങി വരും എന്ന് നിധി പറയുമ്പോൾ, എൻ്റെ പൊന്നു നിധി, അവൾ വരാനൊന്നും പോകുന്നില്ല. അവളൊരു പേടിത്തൊണ്ടിയാ, വീട്ടുകാരൊന്ന് കണ്ണുരുട്ടിയാ അവൾ അവിടെ നിൽക്കും എന്ന് സുധീഷ് പറയുമ്പോൾ, എത്ര പേടിത്തൊണ്ടിയായാലും മനസ്സുറച്ചൊരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് മാറില്ല. ഒരിക്കൽ ഞാനും അങ്ങനെയായിരുന്നു. വീട് വിട്ട് പോകുന്ന കാര്യമൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ സഹിക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മളറിയാതെ അങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുത്തു പോകും. തനിക്ക് വേണ്ടി ആരും ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ താനെ അങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുത്തു പോവും. സുനന്ദയും ഇപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയില്ല എന്ന് നിധി പറയുമ്പോൾ, അതൊക്കെ ഓക്കെ, സുഭാഷ് ഏട്ടനെ ആര് സമ്മതിപ്പിക്കും എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, ആദ്യം നിങ്ങൾക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ എന്ന് പറ എന്ന് നിധി ചോദിക്കുമ്പോൾ, എടുത്തി, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. സുനന്ദേച്ചിയായാലും സന്തോഷം തന്നെ, പക്ഷേ ആ വീട്ടുകാരെക്കുറിച്ച് ഓർക്കുമ്പോഴാ കുറച്ച് ടെൻഷൻ എന്ന് നികേഷ് പറയുമ്പോൾ, സുനന്ദ ധൈര്യമായിട്ട് ഇറങ്ങി വന്നാൽ പിന്നെ ആരെതിർത്തിട്ടും ഒരു കാര്യമില്ല. എതിർക്കാൻ വരുന്നവരെ നമ്മളങ്ങ് അടിച്ചൊതുക്കിയിട്ടായാലും കാര്യങ്ങൾ നടത്തും എന്ന് സുധീഷും പറയുന്നുണ്ട്. എല്ലാം ഓക്കെയാ, കല്യാണം നടത്തുന്നത് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ സുനന്ദ ഇറങ്ങി വരുമോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, അവൾ എന്തായാലും ഇറങ്ങി വരും, എനിക്കുറപ്പാ എന്ന് നിധിയും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടനോട് ഇതാര് പറയും എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അത് ഞാൻ ഏറ്റു, നിങ്ങൾ അമ്പലത്തിലെ കാര്യം നോക്കിയാൽ മതി. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് സുനന്ദ അമ്പലത്തിലെത്തും എന്ന് നിധി പറയുമ്പോൾ, അമ്പലത്തിലെ കാര്യം കുഴപ്പമൊന്നുമില്ല, അമ്പലത്തിൽ നിന്നും താലി കെട്ടി ദേവസ്വം ഓഫീസിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിയ
വിവാഹ രജിസ്ട്രേഷൻ പിന്നെ നടത്തിയാൽ മതി എന്ന് സുധീഷ് പറയുമ്പോൾ ഓഹോ എക്സ്പീരിയൻസിൻ്റെ ഗുണമല്ലേ എന്ന് നികേഷും പറയുന്നുണ്ട്. അതെ, അവളോട് വരുമ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് വരാൻ പറയണം കേട്ടോ. ഇയാളെ പോലെ അതൊക്കെ മറന്നിട്ട് വന്നാൽ ഇവിടെ വന്ന് ആകെ കുഴഞ്ഞു പോവും എന്ന് സുധീഷ് പറയുമ്പോൾ ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിലും വിവാഹം രജിസ്റ്റർ ചെയ്യാനൊക്കെ ഇയാൾക്കറിയാലോ, പിന്നെന്താ കുഴപ്പം എന്ന് നിധി പറയുമ്പോൾ അയ്യോ നിധി, അത് ഞാൻ അറിഞ്ഞിട്ടൊന്നല്ല കേട്ടോ, സത്യമായിട്ടും ഞാനൊന്നും അറിയില്ല എന്ന് നിധിയോടായി പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വിഷയം മാറ്റി. എടാ ഞാൻ പോയി അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, നിങ്ങൾ ഇവിടുത്തെ കാര്യമൊക്കെ ഒന്ന് റെഡിയാക്ക് എന്നും പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ കല്യാണക്കാരിയൊക്കെ നിധി സുഭാഷിനോട് പറയുമ്പോഴേക്കും കല്യാണോ നാളെയോ, അതൊന്നും ശരിയാവില്ലടാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തില്ല, അപ്പോൾ പിന്നെ വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ എല്ലാ ലവ് സ്റ്റോറിക്കും ഒരു ക്ലൈമാക്സ് വേണ്ട ഏട്ടാ എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും ലവ് സ്റ്റോറിയോ, അവളെന്തോ വട്ടു പറഞ്ഞു എന്ന് കരുതി എന്ന് സുഭാഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടന് അവളെ ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ എടാ അവളുടെ വിവാഹം ഉറപ്പിച്ചതല്ലേ, ഇതിനോടകം അവർ ഒരുപാട് പേരെ വിവരം അറിയിച്ചിട്ടുണ്ടാവും, നമ്മളായിട്ട് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ ഈ നാട്ടുകാർക്ക് നമ്മളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഇനി അതിൻ്റെ കൂടെ വേറൊന്നു കൂടി, അതെന്തായാലും വേണ്ട എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നാട്ടുകാരെ പേടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ സുഭാഷ് ഏട്ടാ, അവരുടെ വായടുപ്പിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. സുഭാഷ് ഏട്ടന് സുനന്ദയെ ഇഷ്ടമാണോ, അതുമാത്രമാണ് ഞങ്ങളുടെ ചോദ്യം എന്ന് നിധി പറയുമ്പോൾ ഇഷ്ടമുള്ളതൊക്കെ സ്വന്തമാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ നിധി എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അതെന്ത് ഫിലോസഫിയാ, ഇഷ്ടമുള്ളത് സ്വന്തമാക്കുക എന്നതല്ലേ നമ്മുടെ ആവശ്യം, അതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് സ്വന്തമാക്കാൻ നമ്മൾ തന്നെ പ്രയത്നിക്കണം എന്ന് നിധി പറയുമ്പോൾ അല്ല മോളെ അതൊന്നും ശരിയാവില്ല, ഒരേ നാട് സ്വന്തക്കാർ എന്ന് സുഭാഷ് പറയുമ്പോൾ ആ വീട്ടുകാരെ സ്വന്തക്കാരെന്നൊന്നും പറയല്ലേ സുഭാഷ് ഏട്ടാ എന്ന് ഹരീഷും പറയുന്നുണ്ട്. ഏട്ടത്തി എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ ഇതുവരെ എത്തിച്ചത്, ഈ വിവാഹം നടന്നാൽ നല്ലതല്ലേ ഏട്ടാ, അതുകൊണ്ടാവും ഇത്രയും കാലം ഒരു വിവാഹവും നടക്കാതിരുന്നത് എന്ന് നികേഷ് പറയുമ്പോൾ അവരെന്തൊക്കെ തീരുമാനിച്ചിട്ടും അവൾ അവസാനം ഇവിടെ തന്നെ എത്തിയില്ലേ, അതിൻ്റെ കാരണം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് രാവിലെ അവളെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു, സുഭാഷ് ഏട്ടൻ്റെ കൂടെയല്ലാതെ മറ്റൊരാളുടെ കൂടെയും ജീവിക്കാൻ കഴിയില്ലെന്ന് അവൾ പറയുന്നേ, അതിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്നും എന്നോട് ചോദിച്ചു എന്ന് നിധി പറയുമ്പോൾ ഇന്ന് തീരുമാനിക്കുന്നു, നാളെ വിവാഹം നടത്തുന്നു, അതൊന്നും ശരിയായ ഏർപ്പാടല്ല, അതുമല്ല വീട് വിട്ട് വരാനൊന്നും അവളെ കൊണ്ട് പറ്റില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. അവൾ വരും സുഭാഷ് ഏട്ടാ, അവൾക്ക് സുഭാഷ് ഏട്ടനെ അത്ര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവസാനം ഇത്ര വലിയ റിസ്ക് ഏറ്റെടുക്കാൻ അവൾ തയ്യാറായത്. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് അവൾ അമ്പലത്തിലെത്തും, അപ്പോൾ നമ്മൾ അവിടെ ഉണ്ടാവണം എന്ന് നിധി പറയുമ്പോൾ കല്യാണത്തിനുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് ഹരീഷും പറയുന്നുണ്ട്. എടാ അവളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ അവർ തീരുമാനിച്ചതല്ലേ, ഇങ്ങനൊരു കാര്യം നടന്നാൽ അവരെല്ലാവരുടെയും മുന്നിൽ നാണം കേടില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അവരുടെ നാണക്കേട് നമ്മളെന്തിനു നോക്കണം, അവരാരുടെ മുന്നിൽ നാണം കേട്ടാലും നമുക്കെന്താ, അതാ നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തേ എന്ന് സുഭാഷ് പറയുമ്പോൾ മനസ്സിലാവാഞ്ഞിട്ടല്ല സുഭാഷ് ഏട്ടാ, ഞാനും ഇവിടെ വന്നിട്ട് കുറച്ച് കാലമായില്ലേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കും അറിയില്ലേ, പ്രശ്നങ്ങളുണ്ടായാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് അതിനെ ഫേസ് ചെയ്യും എന്ന് നിധിയും പറയുന്നുണ്ട്. ഇത്രയും കാലത്തിൽ ഒരിക്കലെങ്കിലും അവർ നമ്മളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടാ വീട് സ്വന്തക്കാരി ഇതൊന്നും ആലോചിക്കാനുള്ള സമയമല്ലേ, ഒറ്റ ചോദ്യത്തിന് മാത്രമേ ഇപ്പോൾ സുഭാഷ് ഏട്ടൻ്റെ മനസ്സിൽ ഉത്തരം ആവശ്യമുള്ളൂ, സുനന്ദയെ സുഭാഷ് ഏട്ടന് ഇഷ്ടമാണോ എന്നുള്ള ചോദ്യത്തിന് എന്ന് നിധി പറയുമ്പോൾ ഇഷ്ടമല്ലെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ, അതൊരു പാവം പെണ്ണ, ഓരോ തവണയും ഇവിടെ വന്ന് കരഞ്ഞ് നിലവിളിച്ച് പോകുമ്പോൾ എനിക്കും ഒരുപാട് സങ്കടം തോന്നാറുണ്ട്, പക്ഷേ എന്ന് പറഞ്ഞ് സുഭാഷ് നിർത്തുമ്പോഴേക്കും പിന്നെന്താ ഒരു പക്ഷേ, വിവാഹം കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരില്ലേ എന്ന് നിധി പറയുമ്പോൾ വിവാഹത്തോടെ പ്രശ്നങ്ങളൊന്നും തീരില്ലല്ലോ, പിന്നെയും പ്രശ്നങ്ങൾ കൂടുതലേ ചെയ്യുക എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ആരെന്ത് ചെയ്തിട്ട് എന്താ കാര്യം സുഭാഷ് ഏട്ടാ, പോലീസിൽ പരാതി കൊടുക്കാമെന്നല്ലാതെ അവർക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അടിയും ബഹളവും ഉണ്ടാക്കുന്നതല്ലേ, അവരിങ്ങോട്ട് വരട്ടെ നമുക്ക് നോക്കാം എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും സുനന്ദയോട് നാളെ അമ്പലത്തിൽ സുഭാഷ് ഏട്ടനെ എത്തിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നത്, അവൾ രാവിലെ 10 മണിയാകുമ്പോൾ അവിടെ എത്തും, സുഭാഷ് ഏട്ടൻ ആ വാക്ക് തെറ്റിക്കോ എന്ന് നിധി ചോദിക്കുമ്പോൾ മോളെ അവരാലോചിച്ചുറപ്പിച്ച് കല്യാണം നിന്ന് പോയാൽ അവർക്കാകെ വിഷമാവില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇനിയും ആ വീട്ടുകാരുടെയും അവരുടെ വിഷമത്തെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് ഹരീഷും പറയുന്നുണ്ട്. എടാ അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിന് ഒരുപാട് ചീത്ത പേരുണ്ട്, ഇനിയും അത് കൂടിയാൽ അത് നിങ്ങളുടെ ഭാവിയെ തന്നെ ബാധിക്കുക എന്ന് സുഭാഷ് പറയുമ്പോൾ ഇതിൽ കൂടുതൽ ഇനി എന്തുണ്ടാവാനാ സുഭാഷ് ഏട്ടാ, ഇത്ര കാലമായിട്ടും ആരും നമ്മളെപ്പറ്റി ഒരു നല്ല കാര്യം പോലും പറഞ്ഞില്ലല്ലോ, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കൊണ്ട് ഈ വീട്ടിനൊരു ചീത്ത പേരാവുന്നതാണെങ്കിൽ അത് സമ്മതിക്കാം, പക്ഷേ ഇതങ്ങനല്ലല്ലോ, ഏട്ടനതൊക്കെ വിട്, ഇപ്പോൾ ഏടത്തി പറയുന്നത് കേൾക്ക് എന്ന് നികേഷ് പറയുമ്പോൾ സുനന്ദ നാളെ രാവിലെ എന്തായാലും അമ്പലത്തിലെത്തും, നമ്മൾ അവിടെ ചെന്നില്ലെങ്കിൽ അവളെ ചതിച്ചു എന്ന് അവൾക്ക് തോന്നില്ലേ എന്ന് നിധി പറയുമ്പോൾ അവളെ ചതിക്കണമെന്നുണ്ടോ സുഭാഷ് ഏട്ടനെ, ഒരിക്കലുമില്ല എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഡൺ, അത്രയേ ഉള്ളൂ, നാളെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടക്കുന്നു എന്ന് പറഞ്ഞ് നിധി എല്ലാവർക്കുമായി തംസപ്പ് നീട്ടുമ്പോഴേക്കും എല്ലാവരും സന്തോഷത്തോടെ നിധിക്കും തംസപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തംസപ്പ് കൊടുക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കുടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി